കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനൻ്റെ അരികിൽ വരും ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനൻ്റെ അരികിൽ വരും അപ്പവും ഇറച്ചീവകരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും അപ്പവും ഇറച്ചീവകരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും ക്ഷാമമേറ്റു സരഭാസിൽ സഹിച്ചിടാനാ മരിക്കുവാനൊരുക്കമായിരുന്നിടിലും ക്ഷാമമേറ്റു സരഭാസിൽ സഹിച്ചിടാനാ മരിക്കുവാനൊരുക്കമായിരുന്നിടിലും കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എൻ്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ കാക്കകളെ നോക്കിടുമേ വിതയ്ക്കുന്നില്ല കൊയ്തുകൾ പൂരയൊന്നും നിറയ്ക്കുന്നില്ല കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല കൊയ്തുകൾ പൂരയൊന്നും നിറയ്ക്കുന്നില്ല വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ ശത്രുഭീതി കേട്ടു തല്ലും നടുങ്ങേടിലും ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും ശത്രുഭീതി കേട്ടു തല്ലും നടുങ്ങിടിലും ചൂരച്ചെടി തണലതിൽ ഉറങ്ങിടിലും വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ വന്നുണർത്തി തരും ദൂതർ കനലടകൾ തിന്നു
തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമാ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. മൂന്നാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ ആഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയയുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് വചനത്തിൽ വായിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ ഉണർത്തിയതിനായ സ്തോത്രം. ഞങ്ങളെ കൈപ്രായം കൂടിയവർ, കുറഞ്ഞവർ, ഞങ്ങളെ ശ്രേഷ്ഠന്മാരൊക്കെ കഴിഞ്ഞ രാത്രി വിശ്രമിച്ചു. ഈ പ്രഭാതം കാണാൻ കഴിയാതെ വണ്ണം അവർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ, ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, നല്ല പ്രഭാതത്തിനായി, ഒരു ദിവസത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കൃപകളും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ആത്മീയം ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഉയരത്തിൽ നിന്ന് ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, മാനസിക പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ക്ലേശം അനുഭവിപ്പാൻ അനുവദിക്കാതെ വണ്ണം വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളുടെ ഭവന നിവാസികളെല്ലാവരെയും സൂക്ഷിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ്, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവമേ അനേക വ്യക്തികളുണ്ട്. കർത്താവെ, ഈ പ്രഭാതയാമത്തിൽ കർത്താവെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവർക്ക് രോഗസൗഖ്യം ദൈവം പ്രദാനം ചെയ്യണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ദൈവമേ, ദൈവം അത്ഭുതം ചെയ്യണമേ. അവരുടെ രോഗത്തെയെല്ലാം ദൈവം സൗഖ്യമാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
കർത്താവെ, മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ദൈവമേ, അവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം അവരെ സഹായിക്കണമേ, നല്ല ജോലി കൊടുക്കണമേ. കർത്താവ്, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാനസികമായ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം അയക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഷളത്വം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, രക്തക്കോട്ടയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. മാതാപിതാക്കന്മാർക്ക് കരുതുന്നതിനും സംരക്ഷിക്കുന്നതിനും പരിധിയുണ്ട് കർത്താവെ. എന്നാൽ ദൈവാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിൻ്റെ സാന്നിധ്യം അയക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഹിതകരമല്ലാത്ത ഒന്നിലും കർത്താവെ അവർ കടക്കുവാൻ അനുവദിക്കാതെ വേണം. അവിടെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ ഹാളിൽ പ്രവേശിക്കുമ്പോൾ ഓർമ്മയിൽ വരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ഭാവി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു തലമുറ പോലും വീതിയിൽ പട്ടുപോകാൻ അനുവദിക്കരുതേ കർത്താവ്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കർത്താവെ കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ കയറുന്ന വാഹനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. അവർ പഠിക്കുന്ന സ്കൂളുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കോളേജുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. അവർ പഠിക്കുന്ന സ്കൂളിൽ ദൈവത്തിൻ്റെ മഹാകരുണയുണ്ടാകണമേ. സ്കൂളിലെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രഭാതത്തിൽ കർത്താവെ, എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവെ. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഹല്ലേലൂയ. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവെ. അവരൊക്കെ ദൈവം സംരക്ഷിക്കണമേ. അവരുടെ താങ്ങായി തണലായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകലിൽ നിൻ്റെ സന്നിധിയിൽ നേരോടെ വിശ്വസ്തയോടെ ജീവിച്ച് നിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശേഷാൽ ഞങ്ങളെ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വാഹനം ഓടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ വാഹനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവമേ, വിരിക്കപ്പെട്ട ചിറകൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കണമേ. ആർക്കും ഒരു അപകടങ്ങളോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ ദൈവമേ എല്ലാവരും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപകടങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്ന നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം. പാടി ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചില്ല കർത്താവ്. തിരുനാമം മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.